ഈ നായ്ക്കൊപ്പം കുരച്ചോണ്ടിരുന്നവൻ്റെയും അവൻ്റെ കൂടെ ഷുഹൈബിനെ വേട്ടയാടാൻ പോയ തില്ലങ്കേരിയിലെ സകല എണ്ണത്തിൻ്റെയും ജാമ്യം റദ്ദാക്കിയിട്ടുണ്ട്. വീടാതെ വിടില്ല ഒരു കണക്കും എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഒരു ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ്. ഈ കുറിപ്പ് പങ്കുവെക്കാനുണ്ടായ ആധാരം എന്ന് പറയുന്നത് മട്ടന്നൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ഷുഹൈബിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തലശ്ശേരിയിലെ സെഷൻസ് കോടതിയിൽ അതിൻ്റെ വിചാരണകൾ തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ 18-ാം തീയതി മുതൽ ആ 18-ാം തീയതി മുതൽ വിചാരണ തുടങ്ങിയിരിക്കുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യത്തിലുണ്ടായിരുന്ന ആകാശ് തില്ലങ്കേരി എന്ന് പറയുന്ന CPMൻ്റെ ക്രിമിനൽ തെമ്മാടി അടക്കമുള്ള 17 ക്രിമിനൽ സംഘത്തിൻ്റെ 17 അംഗമടങ്ങുന്ന ക്രിമിനൽ സംഘത്തിൻ്റെ ജാമ്യം റദ്ദാക്കിക്കൊണ്ട് പിടിച്ചകത്തിടാൻ കോടതി ഉത്തരവായിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, 2018 ഫെബ്രുവരി 12-നാണ് മട്ടന്നൂരിലെ എടയന്നൂരിൽ വെച്ച് ഷുഹൈബ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനെ വെട്ടി വീഴ്ത്തിയത് അല്ലേ. ഷുഹൈബിൻ്റെ കൂടെയുണ്ടായിരുന്ന 2 സുഹൃത്തുക്കൾക്കും ഈ പറയുന്ന അക്രമത്തിൽ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. അവരുടെ മൊഴിയൊക്കെ കഴിഞ്ഞ ദിവസം സാക്ഷി വിസ്താരം കഴിഞ്ഞ ദിവസം തലശ്ശേരി സെഷൻസ് കോടതിയിൽ നടക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ ക്രിമിനൽ പ്രതികളുടെ CPMൻ്റെ ക്രിമിനൽ സംഘത്തിൻ്റെ ജാമ്യം റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു വിധി, ഇവരെ പിടിച്ച് അകത്തിടണമെന്നുള്ള ഒരു വിധി കോടതി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ജാമ്യം നൽകിയതും കോടതി തന്നെയാണ്. ആ കോടതി തന്നെയാണ് ജാമ്യം റദ്ദാക്കിക്കൊണ്ടുള്ള വിധിയും പുറപ്പെടുവിച്ചിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് അല്ലേ. ഷുഹൈബ് എന്ന് പറയുന്ന മട്ടന്നൂരിലെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ സാംസ്കാരിക മേഖലകളിൽ നിറസാന്നിധ്യമായിരുന്ന ആ ഷുഹൈബിനെ രാഷ്ട്രീയ വേട്ടയാടലായിരുന്നു ഷുഹൈബിന് നേരെ. സാധാരണഗതിയിൽ ഞാൻ മുമ്പും പലപ്പോഴായിട്ട് പറയാറുള്ള ഒരു കാര്യമുണ്ട് അല്ലേ. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കുറിപ്പാണ് ഞാൻ വായിച്ചത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടവും ഷുഹൈബും തമ്മിൽ വലിയ ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം? രാഷ്ട്രീയ എതിരാളികളെ വെട്ടി വീഴ്ത്തുക എന്നുള്ളത് CPMൻ്റെ എക്കാലത്തെയും നിലപാടുകളും സമീപനങ്ങളും രീതികളും അങ്ങനെയായിരുന്നു. അതിൻ്റെ ഒരു ഇരയാണ് ഷുഹൈബെങ്കിൽ മറ്റു പല ഇരകളും നമ്മുടെ നാട്ടിലുണ്ട്. അതിലൊന്ന് TP ചന്ദ്രശേഖരനാണ്, ഒന്ന് ഷുഹൈബാണ്, പിന്നെ ശരത് ലാലും കൃപേഷുമുണ്ട്. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ആളുകൾ ഇവരുടെ രാഷ്ട്രീയ വേട്ടയാടലുകൾക്ക് ഇരയായിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ട്, ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് സ്ഥിരമാണ്. അവിടെ ഇവരുടെ ഈ വേട്ട, ഈ രാഷ്ട്രീയ വേട്ടയുണ്ടല്ലോ, എതിരാളികൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ എതിരാളികളെ നേരിടാൻ കഴിയാതെ വരുമ്പോഴാണ് കായികപരമായിട്ട് നേരിടുന്നത്. അങ്ങനെ എല്ലാവരെയും അങ്ങനെ കായികപരമായിട്ട് നേരിടാൻ കഴിയുമോ? ഇല്ല. കായികപരമായി നേരിടാൻ പറ്റിയ ആളുകളായിരുന്നു, അല്ലെങ്കിൽ ഇവർക്ക് സാധിച്ച ആളുകളായിരുന്നു ഈ പറയുന്ന ഷുഹൈബാണെങ്കിലും TP ചന്ദ്രശേഖരനാണെങ്കിലും ശരത് ലാലും കൃപേഷുമാണെങ്കിലും ഒക്കെ ഇവർക്ക് CPMൻ്റെ ക്രിമിനൽ സംഘത്തിന് രാഷ്ട്രീയപരമായി നേരിടാൻ സാധിച്ച ആളുകളായിരുന്നു അവരൊക്കെ. എന്നാൽ ഇതൊന്നും പറ്റാത്ത ആളുകളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഷുഹൈബും രാഹുൽ മാങ്കൂട്ടവും തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്ന്. രാഹുൽ മാങ്കൂട്ടത്തിന് ഇവർക്ക് രാഷ്ട്രീയപരമായി നേരിടാൻ കഴിയില്ല, കായികപരമായി നേരിടാൻ കഴിയില്ലായിരുന്നു. രാഷ്ട്രീയപരമായി നേരിടാൻ കഴിഞ്ഞോ? അതും സാധിച്ചില്ലായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനത്തെ ആളുകൾ ഒരു രീതിയിലും ആ മനുഷ്യനിലേക്ക് എത്തിപ്പെടാൻ കഴിയില്ല എന്ന് CPM ഒരു ഘട്ടത്തിൽ ഉറപ്പുവരുത്തിയാൽ പിന്നെ ആ മനുഷ്യനെ പെണ്ണുകേസിൽപ്പെടുത്തുക എന്നുള്ളതാണ് ഇവരുടെ ഒരു രീതി. മനസ്സിലായില്ലേ? രാഹുലാണെങ്കിലും ഷുഹൈബാണെങ്കിലും രാഹുലിൻ്റെ എന്തോ ഭാഗ്യം കൊണ്ട് ആ മനുഷ്യന് ജീവൻ നഷ്ടമായില്ല. മനസ്സിലായില്ലേ? പക്ഷേ ഷുഹൈബിൻ്റെ ജീവൻ നഷ്ടമായി. ഷുഹൈബിൻ്റെ പിഞ്ചുമോന്, ആ കുഞ്ഞിന് സ്വന്തം പിതാവിനെ നഷ്ടമായി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് CPMൻ്റെ കാലാകാലങ്ങളായിട്ടുള്ള രീതിയാണ് എന്നൊക്കെ ഇവർക്ക് എന്താ പറയേണ്ടത്, പ്രതികൂലമാകുന്ന, ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരു മനുഷ്യൻ പ്രവർത്തന മേഖലയിൽ സജീവമായി കഴിഞ്ഞാൽ ആ മനുഷ്യനെ ഇവർ നേരിടുക ഈ വിധത്തിലാണ്. ഒന്നില്ലെങ്കിൽ വെട്ടി വീഴ്ത്തും. അതിന് കഴിയാത്ത ആളുകൾ എല്ലാവരിലേക്കും അങ്ങനെ എത്താൻ കഴിയില്ല. ഇതിപ്പോൾ ചെറിയ എന്താ പറയേണ്ടത്, നേതാക്കന്മാരൊക്കെ ആയിട്ട് പ്രാദേശിക നേതാക്കളായിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇത്തരത്തിൽ വെട്ടി വീഴ്ത്തുകയാണ് പതിവ്. എന്നാൽ കുറച്ചുകൂടി
അധികാരപരമായിട്ടും അല്ലെങ്കിൽ എന്താ പറയേണ്ടത് ഈ പറയുന്ന നേതാവിലേക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തിയാണെങ്കിൽ അയാളെ പിന്നെ കായികപരമായിട്ട് നേരിടില്ല. ആ മനുഷ്യനെ പിന്നെ ഈ പറയുന്ന പെണ്ണ് കേസ് പോലെയുള്ള കേസുകളിൽ പെടുത്തുക എന്നുള്ളതാണ്. സ്ത്രീകളെ ഇറക്കുക. ഇവരെപ്പോഴും എന്താ പറയാറുള്ളത്? ഞങ്ങൾ സ്ത്രീ സംരക്ഷകരാണ് എന്നല്ലേ പറയാറുള്ളത്. പക്ഷെ ഇവർ സ്ത്രീ സംരക്ഷകരല്ല, ഇവർ സ്ത്രീകളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന വ്യക്തികളാണ്. മനസ്സിലായില്ലേ? അതെങ്ങനെയെന്ന് ചോദിച്ചാൽ പണം കൊടുത്തിട്ട് ഈ സ്ത്രീകളെ വിലക്ക് വാങ്ങും. പണം കൊടുത്ത് വിലക്ക് വാങ്ങും, എന്നിട്ട് അവരെ മുന്നിൽ നിർത്തും. അവരെ മുന്നിൽ നിർത്തിയിട്ടാണ് കളിക്കുക. അതിൻ്റെ ഒരു ഇരയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത്. എന്താണെങ്കിലും ഷുഐബ് വധക്കേസ് 2018 ഫെബ്രുവരി 12 അല്ലേ, ആ ദിവസം കേരളം ഒന്നടങ്കം ഞെട്ടിയതാണ്. ഒരു യുവാവിനെ വെട്ടി വീഴ്ത്തിയ CPM-ന്റെ ക്രിമിനൽ സംഘം അല്ലേ. അപ്പോൾ ആ കേസിൽ ഇപ്പോൾ ആകാശ് തില്ലങ്കേരി അടക്കമുള്ള, ആകാശ് തില്ലങ്കേരി എന്ന് ഇടക്കിടക്ക് പറയുന്നതിൻ്റെ കാരണം, ഈ ആകാശ് തില്ലങ്കേരിനെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. നിങ്ങൾ ഇടക്കിടക്ക് കണ്ടിട്ടുണ്ടാവും ആകാശ് തില്ലങ്കേരിനെ. കണ്ടിട്ടുണ്ടാവും. സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ സ്റ്റാറ്റസ്, വലിയ സജീവമാണ്. അതുപോലെ CPM-ന്റെ കൊട്ടേഷൻ സംഘത്തിലെ പ്രധാനിയാണ്. ആ പ്രധാനിയാണ് ഷുഐബിനെ വെട്ടി വീഴ്ത്തിയത്. 17 ആളുകൾ അടങ്ങുന്ന ഒരു സംഘം. അപ്പോൾ അവരുടെ ജാമ്യം റദ്ദാക്കാനുള്ള ഉത്തരവാണ് തലശ്ശേരി സെഷൻസ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വിചാരണ തുടങ്ങി എന്നൊക്കെയുള്ള വാർത്തകൾ വരുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ആശങ്കയുണ്ടായിരുന്നു ഈ കേസ് അട്ടിമറിക്കപ്പെടുമോ എന്നുള്ളത്. ഇപ്പോഴും ആ ആശങ്കയൊന്നും ഒഴിവായിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും ഇവിടെ ഈ പറയുന്ന ആളുകൾക്കൊക്കെ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അത് നമ്മുടെ നാട്ടിലെ നിയമങ്ങളുടെ ചില നടപടിക്രമങ്ങൾ, അല്ലെങ്കിൽ നിയമങ്ങളുടെ ഈ നിയമ സംവിധാനത്തിൽ ഉണ്ടാകുന്ന ഒരു ലാഗ്, അത് വലിയ അർത്ഥത്തിൽ ഏത് കേസിലാണെങ്കിലും സാധാരണഗതിയിൽ ഇത്തരത്തിൽ കുറ്റക്കാർക്ക് ഒക്കെ വലിയ രീതിയിൽ ഓരോ അഡ്വാൻറ്റേജ് ആകുന്ന രീതിയിൽ, അനുകൂലമാകുന്ന രീതിയിൽ കാര്യങ്ങൾ ഇടക്കിടക്കൊക്കെ നീങ്ങിപ്പോകാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, കേസ് ഇങ്ങനെ നീണ്ടു പോകും. കേസ് ഇപ്പം 2018 നടന്ന സംഭവമാണ്. അതിൻ്റെ വിചാരണ തുടങ്ങുന്നത് നിങ്ങൾ നോക്കൂ, 8 വർഷങ്ങൾക്കിപ്പുറം 2026 2018 ഫെബ്രുവരി 12 നടന്ന കാര്യമാണ്. കൃത്യമായിട്ട് 8 വർഷം പിന്നിട്ടിരിക്കുന്നു. 8 വർഷം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ വിചാരണ തന്നെ തുടങ്ങുന്നത്. മനസ്സിലാക്കണം. അപ്പോൾ ഇതിനിടയിൽ പ്രതികൾ ഹൈക്കോടതിയിൽ പോയിട്ട് ഈ പറയുന്ന വിചാരണ ആ കോടതിയിൽ നിന്ന് മാറ്റണം. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വേറെ കോടതിയിൽ പോയാൽ എന്തെങ്കിലും ഉണ്ടാക്കുമെന്ന് കരുതിയിട്ടാണോ? അതല്ല. ഇത് കാര്യങ്ങൾ ഇങ്ങനെ നീണ്ടു പോകണം. കാര്യങ്ങൾ മാക്സിമം നീണ്ടു പോകണം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ നിയമ സംവിധാനത്തിലുള്ള ഒരു പഴുതിനെ ഉപയോഗപ്പെടുത്തി മാക്സിമം ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാതാക്കുകയും അതുപോലെ തന്നെ മാക്സിമം കാലതാമസം ഉണ്ടാക്കിയെടുക്കുവാനുള്ള തീരുമാനവും പ്രതികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അവിടെയാണ് കോടതി കൃത്യമായി ഇടപെട്ടുകൊണ്ട് പ്രതികളെ റിമാൻഡ് ചെയ്യുവാനുള്ള നടപടിയിലേക്ക് ചെന്നിരിക്കുന്നത്, അവരുടെ ജാമ്യം റദ്ദാക്കുന്ന ഒരു നടപടിയിലേക്ക് ചെന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇത് സ്വാഭാവികമായിട്ടും പല കേസുകളിലും ഉള്ളതാ അല്ലേ. ഇപ്പം 2018 നടന്ന കേസ് ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. TP ചന്ദ്രശേഖരൻ വധം അതവിടെ നിൽക്കുക. അതിൻ്റെ ഈ പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊന്നും ഇതുവരെ കാര്യങ്ങൾ എത്തിയിട്ടില്ല. അപ്പോൾ വർഷങ്ങൾ പിന്നിട്ടാലും നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനങ്ങൾ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വലിയ ഒരു കാലതാമസം, ഇത്തരത്തിൽ ക്രൂരകൃത്യം നടത്തിയ ക്രിമിനൽ കുറ്റവാളികൾക്ക് വലിയ സഹായകരമാകുന്ന കാര്യങ്ങളിലേക്ക് പോകാറുണ്ട് എന്നുള്ളതാണ്. എന്തൊക്കെയാണെങ്കിലും ജാമ്യം റദ്ദാക്കിയിരിക്കുന്നു എന്ന് ഉള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നു. അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടം പങ്കുവെക്കുകയാ, വീടാതെ വിടില്ല കണക്കുകളൊന്നും, ഒരു കണക്കും വീട്ടാതെ പോകില്ല, എല്ലാം കൃത്യമായിട്ട് വീട്ടുക തന്നെ ചെയ്യും എന്നുള്ളതാണ് രാഹുൽ പറയുന്നത്. എന്താണെങ്കിലും കാര്യങ്ങളിൽ ഇപ്പോഴും നീതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷകളിലേക്കൊന്നും കാര്യങ്ങൾ ചെന്നെത്തിയിട്ടില്ലെങ്കിൽ പോലും ചില ഒരു ആശാവഹമായ ഒരു നടപടി തന്നെയാണ് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് അല്ലേ. CPM-ന്റെ ഒരു കണ്ണൂർ ജില്ലയിലൊക്കെ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്, കണ്ണൂർ ജില്ല എന്ന് പറയുമ്പോൾ ആ കണ്ണൂരുമായി ബന്ധപ്പെട്ട് നടക്കുന്ന
കണ്ണൂരാവട്ടെ, കാസർഗോഡാവട്ടെ, കോഴിക്കോടിൻ്റെ ഭാഗങ്ങളാകട്ടെ, ഇവിടങ്ങളിലൊക്കെ CPM-ൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്. അത് ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞോ, ആദർശങ്ങൾ പറഞ്ഞോ, രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ നടത്തിയോ ഒന്നുമല്ല. മറിച്ച് തങ്ങൾക്ക് വെല്ലുവിളിയാകുന്ന ഒരു വ്യക്തി ഉയർന്നു വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ വെട്ടി വീഴ്ത്തുക എന്നുള്ളതാണ് ഇവരുടെ സ്ഥിരം ഏർപ്പാട്. അതിൻ്റെ ഒരു ഇരകളിൽ ഒരാളാണ് ഷുഹൈബ് എന്ന് പറയുന്നത്. ഷുഹൈബിന് നീതി ലഭിക്കണം, ഷുഹൈബിന് നീതി ലഭിക്കണം. ഷുഹൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ജീവിതം ഇല്ലാതെയാക്കിയവർ ആരൊക്കെയാണോ, ജീവനില്ലാക്കിയതാക്കിയവർ ആരൊക്കെയാണോ അവരൊക്കെ ശിക്ഷിക്കപ്പെടണം. കൃത്യമായിട്ട് ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. എന്താണെങ്കിലും വിചാരണ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെ വലിയ ഒരു, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഈ ഷുഹൈബ് വധക്കേസിന് മുമ്പ് നടന്ന കാര്യമാണ് ഈ ടി പി ചന്ദ്രശേഖരൻ വധം എന്ന് പറയുന്നത്. ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകം ഷുഹൈബ് കൊല്ലപ്പെടുന്നതിന് മുമ്പുണ്ടായ സംഭവമാണ്. ഇപ്പോഴും ടി പി ചന്ദ്രശേഖരൻ കൊലപാതക കേസിൽ ഇതുവരെ ഒരു വിചാരണയിലേക്കോ അല്ലെങ്കിൽ ആ കേസ് ഒന്ന് എവിടെയെങ്കിലും എത്തുന്ന രീതിയിലേക്കോ എത്തിയിട്ടില്ല. അതിലെ കൊട്ടേഷൻ സംഘത്തെ സഹായിക്കുന്ന നിലപാടുകളായിരുന്നു കഴിഞ്ഞ കാലങ്ങൾ അത്രയും CPM കൈക്കൊണ്ടിരുന്നത്. കാരണം അധികാരം പിണറായി വിജയൻ്റെ കയ്യിലായിരുന്നു. എന്നാൽ ഇന്ന് അധികാരങ്ങളൊക്കെ മാറി മറിഞ്ഞിരിക്കുന്നു. കൃത്യമായ നടപടികൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്താണെങ്കിലും ഷുഹൈബിന് നീതി ലഭിക്കണം. കടങ്ങളൊന്നും വീടാതെ വിടില്ല, കടങ്ങൾ വീട്ടാതെ വിടില്ല, ഒരു കണക്കും വെറുതെ അങ്ങനെ എഴുതിത്തള്ളുന്ന ഏർപ്പാടില്ല എന്ന് രാഹുൽ മാങ്കൂട്ടം സൂചിപ്പിക്കുകയാണ്. എന്താണെങ്കിലും കൃത്യമായിട്ട് രാഹുൽ രാഷ്ട്രീയം പറയുന്നുണ്ട്. രാഹുൽ പറയുന്നതോടൊപ്പം രാഹുലിൻ്റെ വാക്കുകളൊക്കെ വലിയ പ്രാധാന്യമർഹിക്കുന്നത് കൂടിയാണ്. ഒരു തിരിച്ചുവരവ്, പോരാട്ടങ്ങൾക്ക് നടുവിലേക്ക് ആ മനുഷ്യൻ്റെ ഒരു തിരിച്ചുവരവിന് വേണ്ടിയാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്നതും എന്നുള്ളതാണ്.